ഈ വിഷയത്തിൽ വെള്ളത്തെ തീപിടിപ്പിക്കുന്ന തരം വർഗീയ പ്രചരണങ്ങൾ നടത്തിയ ഒരാളെ തുറന്നു കാട്ടി എന്നാണ് CPM-ൻ്റെ വേർഷൻ. ആ CPM-ൻ്റെ വേർഷനെ അവിശ്വസിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ നിലപാട്. എന്നാൽ അതേസമയം CPM-ഉം കോൺഗ്രസും ഈ വിഷയത്തിൽ ഒരു പരിധിവരെ പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആനുകൂല്യം BJPക്ക് ലഭിക്കും എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണം ഭാഗികമായി ശരിയുമാണ്. ഞാൻ രണ്ടു കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന്, നമ്മൾ വളരെ തന്ത്രപൂർവ്വം മറച്ചുവയ്ക്കുന്നൊരു കാര്യമുണ്ട്. BJPക്ക് വിജയസാധ്യത ഒരുക്കി കൊടുക്കുകയാണ് CPIM എന്ന് കോൺഗ്രസ് ക്യാമ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരും കരുതുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ആരാണ് ഉണ്ടാക്കിയത് എന്ന വളരെ പ്രസക്തമായൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ MLA വടകരയിലേക്ക് പോയത്? ആരെ എതിരിടാനായിരുന്നു എന്നൊരു ചോദ്യം. ചേലക്കരയിൽ മറുചോദ്യമുണ്ട്. പക്ഷേ ചേലക്കരയിൽ BJP ഒരു ത്രട്ടായിരുന്നില്ല. ചേലക്കരയിൽ വിജയിക്കുക ഒന്നുകിൽ കോൺഗ്രസോ അതല്ലെങ്കിൽ CPM-ഓ ആണ് എന്നതാണ് സാഹചര്യം. എന്നാൽ വടകരയിലേക്ക് ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറെ മത്സരിക്കാൻ പോയത് കാരണം BJPയും CPM-ഉം തമ്മിൽ 3883 വോട്ടിൻ്റെ മാത്രം വ്യത്യാസമുള്ളൊരു മണ്ഡലം വീണ്ടും BJPക്ക് ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസ് അല്ലേ എന്നത് സ്വാഭാവികമായൊരു ചോദ്യമാണ്. ചോദ്യം അവിടെ തീരുന്നില്ല. രാജ്യസഭയിൽ നിന്ന് ആ സീറ്റ് 2 വർഷക്കാലം ബാക്കിയുണ്ടായിരിക്കെ സീറ്റ് ഒഴിഞ്ഞ് ആലപ്പുഴയിൽ വന്ന് ലോക്സഭയിൽ മത്സരിച്ചയാളുടെ പേര് KC വേണുഗോപാൽ എന്നാണ്. KC വേണുഗോപാൽ ഇന്ന് രാജ്യസഭയിൽ രാജസ്ഥാനിൽ ഒഴിഞ്ഞുകൊടുത്ത സീറ്റിലേക്ക് ഓഗസ്റ്റ് മാസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട MP-യുടെ പേര് രവനി സിംഗ് ബിട്ടു എന്നാണ്. അദ്ദേഹം BJPയുടെ MP ആണ്. BJPയുടെ MP-യെ രാജസ്ഥാനിൽ കൊടുക്കുകയും പാലക്കാട് BJPക്ക് കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയും ചെയ്തത് കോൺഗ്രസ് അല്ലേ എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ ചോദ്യമായി ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് സ്ട്രാറ്റജിക്കലി സംഭവിച്ചു പോയ കോൺഗ്രസിൻ്റെ പിഴവാണ് വടകരയിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നതാണ്. കാര്യം അടുത്ത 2 വർഷം കൂടി ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ തുടരുകയും ആ 2 വർഷം ഷാഫി പറമ്പിൽ പൂർത്തിയാക്കാതെ പോയ ചില വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ മൊയിൻ സ്കൂൾ അടക്കം ഒപ്പം KSRTC അടക്കം മെഡിക്കൽ കോളേജ് അടക്കം ഉള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഷാഫി അവിടെ നിന്ന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ മണ്ഡലത്തിൽ അടുത്ത വർഷം BJPക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭരണവിരുദ്ധ വികാരത്തെ കൂടി നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നുവെന്നും കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമാക്കിയ മണ്ഡലത്തെ മാറ്റാൻ കഴിയുമായിരുന്നു. എന്നാൽ ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് അയക്കുകയും തൃശ്ശൂരിലേക്ക് K മുരളീധരനെ അയച്ച് സുരേഷ് ഗോപിക്ക് അവിടെ വിജയിക്കാനുള്ളൊരു സാധ്യത ഒരുക്കുകയും ചെയ്തു എന്നൊരു രാഷ്ട്രീയ നിരീക്ഷണം ശക്തമാണ്. അതിനെ തള്ളിക്കളയാനോ അതിനെ ശക്തമായി പ്രതിരോധിക്കാനോ ഒരൊറ്റ വാദം മാത്രമേ കോൺഗ്രസ്സുകാർക്കുള്ളൂ. അത് ലോക്സഭയിലേക്ക് പരമാവധി സീറ്റുകൾ എത്തിക്കുക എന്നതായിരുന്നു. പക്ഷെ അവിടെയും ചോദ്യം ഇതാണ്, അത് നിയമസഭയിലെ ഒരു സീറ്റും രാജ്യസഭയിലെ ഒരു സീറ്റും BJPക്ക് കൊടുത്തുകൊണ്ട് വേണമായിരുന്നോ എന്നൊരു ചോദ്യം രാഷ്ട്രീയമായി പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. ഈ ചോദ്യത്തിന് മുന്നിൽ CPM-നെ പഴി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് എത്ര കാലം രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ന് യഥാർത്ഥത്തിൽ ഈ പരസ്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പരസ്യത്തിൽ വർഗീയത പറഞ്ഞ ഒരാളെ എക്സ്പോസ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതിന് MCMC എന്ന് പറയുന്ന മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുവാദമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു സാങ്കേതികത്വം മാത്രമാണ്. അനുവാദം നേരത്തെ പ്രയർ പെർമിഷൻ വാങ്ങണം എന്നതാണ് ചട്ടം. അത് ജില്ലാ കമ്മിറ്റി പരിശോധിക്കും. അതിനുശേഷം ആ ഉള്ളടക്കത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിവാദമുണ്ടെങ്കിൽ ഏതെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് പബ്ലിക് ഡൊമൈനിലുള്ള വിഷയങ്ങളാണ്. ഇവിടെ ഷാഫി പറമ്പിലിന് പറ്റിപ്പോയ ഒരു ചെറിയ തെറ്റ് എന്ന് പറയുന്നത് സന്ദീപ് വാര്യരെ അമിതമായി വിശ്വസിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജത്തിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് ആയിരിക്കുന്ന ഒരു നരേഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് രണ്ടും കമ്പയറബിളേ അല്ല. കാരണം ഇത് വ്യാജ സ്ക്രീൻഷോട്ട് ആയിരുന്നില്ല. അത് ഷാഫി പറമ്പിലിന് സംഭവിച്ചു പോയ സ്ട്രാറ്റജിക് പിഴവാണ്. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഭവിച്ച ഒരു പിഴവ്. CPM ഇന്നത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതാണ്. സ്ട്രാറ്റജിക്കലി എന്നാൽ ഈ പരസ്യം കൊണ്ട് CPM നേടിയിരിക്കുന്നൊരു നേട്ടമുണ്ട്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളിലും ഇന്നൊരു പക്ഷേ ചെറു സമൂഹത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ പരസ്യത്തെ കോൺഗ്രസ് വലിച്ചു പുറത്തേക്കിട്ടതിനെ തുടർന്ന് എല്ലാ മാധ്യമങ്ങളും സജീവമാക്കി നിർത്തിയെന്ന് മാത്രമല്ല എല്ലാ മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിൽ മണിക്കൂറുകളോളം ഈ ഫ്രെയിം എനിക്കൊന്ന് 7 മുതൽ 8 വരെയുള്ള എൻ്റെ ഡിബേറ്റിലും സ്മിതിയുടെ ഡിബേറ്റിലും നിരന്തരമായി കാണിച്ചുകൊണ്ടിരുന്നത്, പ്രൈം ടൈമിൽ കാണിച്ചുകൊണ്ടിരുന്നത് സിറാജിലെയും സുപ്രഭാതത്തിലും ഈ പരസ്യമാണ്. സർക്കാർ സൗജന്യ ചെലവിൽ CPM-ന് പരസ്യം ഉണ്ടാക്കി കൊടുത്തു കോൺഗ്രസ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊരു വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതും ആരെ വിശ്വാസത്തിലെടുത്ത്? സന്ദീപ് വാര്യരെ വിശ്വാസത്തിലെടുത്ത്. അത് ശങ്കുട്ടിദാസ് നമ്മുടെ ചർച്ചയിൽ പൊളിച്ചു കൊടുത്തു. രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ 2016 സെപ്റ്റംബർ മാസം 19-ാം തീയതി
തന്നെ ഈ സന്ദീപ് വാര്യരുടെ സ്റ്റേറ്റ്മെൻ്റ് അടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുകയും അതിന്മേൽ കോൺഗ്രസിലെ ഒരു നേതാവ് തന്നെ വന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നതെന്ന് പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് സന്ദീപ് ആഹ്വാനം ചെയ്തിട്ടില്ല എന്നൊരു നരേറ്റീവ് കോൺഗ്രസിന് സൃഷ്ടിക്കാൻ കഴിയില്ല. ഇതെങ്ങനെയാണ് ഒരു മാറ്റമുണ്ടാക്കാൻ പോകുന്നത്? നോക്കൂ, നേരത്തെ സ്മൃതി പറഞ്ഞ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാകേണ്ടതില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. ഒരു തീവ്രമായ വർഗീയത പറയുന്ന ഒരാളെ ആ വർഗീയതയുടെ സ്റ്റേറ്റ്മെൻറ്റ് അത് തൻ്റെ ഫേസ്ബുക്കിൽ കിടക്കുമ്പോഴും അത് വ്യാജ ഫേസ്ബുക്കാണ് എന്ന് കള്ളം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അത് തുറന്നു കാട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദേശാഭിമാനി ഏത് പരസ്യം കൊടുത്തിരിക്കുന്നത് CPM ഈ തെരഞ്ഞെടുപ്പിൽ? ഏത് പരസ്യം കൊടുത്തിട്ടുണ്ട് CPM? ദേശാഭിമാനിയുടെ CPM ഒരു പരസ്യം കാണിച്ചു. സമസ്തയുടെ 2 മുഖപത്രങ്ങളിൽ തന്നെ കൊടുക്കാനുള്ള ഉദ്ദേശം എന്താണ്? എന്താണ് ദീപികയിൽ കഴിഞ്ഞ തവണ കൊടുത്തത്? ദീപികയിലാണ് മണിപ്പൂർ മണിപ്പൂർ തന്നെ ദീപികയിൽ അല്ല, എന്താണ് CA പരസ്യമെടുത്തും ദീപികയിലും മണിപ്പൂർ പരസ്യമെടുത്ത് സുപ്രഭാതം കൊടുക്കായിരുന്നത്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മതി. വളരെ സിമ്പിൾ അല്ലേ? മൈനോറിറ്റി ബാധിക്കുന്ന വിഷയം മൈനോറിറ്റി അറിയണ്ടേ? ഇപ്പൊ വർഗീയ നിലപാടുകൾ അറിയണ്ടേ? വർഗീയ നിലപാടുകൾ ഒരു സമുദായത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ കോൺഗ്രസ് അപ്പോൾ ആ സമുദായത്തോടാണ് സംസാരിക്കുന്നത്. ആ സമുദായത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് കൺഫ്യൂഷൻ? എന്താ ഇതിനകത്തെ കൺഫ്യൂഷൻ? സന്ദീപ് വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇതിനകത്ത് എന്താ കൺഫ്യൂഷൻ? സന്ദീപ് വാര്യർ പറഞ്ഞതിന് ശേഷമല്ലേ നിങ്ങൾ മറ്റേ ഇത് പറഞ്ഞിരുന്നത്? ഏത് പറഞ്ഞത്? അദ്ദേഹം ക്രിസ്റ്റൽ അതാണ് വ്യത്യാസം. സന്ദീപ് വാര്യർ എന്താ പറഞ്ഞത്? സന്ദീപ് വാര്യനെ കുറിച്ച് CPM എടുത്ത നിലപാടുകൾ മാറ്റി വരികയാണെങ്കിൽ MP രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ തിരുത്തിപ്പറഞ്ഞ് മാപ്പ് പറഞ്ഞു വരാൻ, നിലപാടിൽ വരാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കും. അങ്ങനെ നിലപാടുകൾ മാറ്റി വന്നാൽ അയാൾ ഒരു നമ്പർ 1 ക്രിസ്റ്റൽ ക്ലിയർ കേഡറാണ്. അതാണ് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത്. സ്മൃതിയോട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത്. നിലപാടുകൾ തിരുത്തി വന്നാൽ അയാൾ ഒരു കേഡറാണ്. കാര്യം എന്താ? അയാൾ ഒരു കേഡർ പാർട്ടിയിൽ നിന്ന് വരുന്നയാളാണ്. പക്ഷെ അയാളുടെ പ്രശ്നം അയാൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വം എന്ന ആശയവും അത് തീവ്രമായ ന്യൂനപക്ഷ വിരുദ്ധതയും മലപ്പുറത്തെ പോലും ഹാഷ്ടാഗ് ചെയ്ത് ഒരു ആനയുടെ പടക്കത്തിന്റെ കാര്യത്തിൽ പാലക്കാട് എന്നുള്ളത് തെറ്റിദ്ധരിപ്പിച്ച് മലപ്പുറമാക്കി പ്രചരിപ്പിച്ച ഒരാളാണ്. അങ്ങനെയൊന്നും ചെയ്തെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഒറ്റ മിനിറ്റ്. അപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി എന്ന CPM വിശ്വസിക്കണമെങ്കിൽ ടൈം പീരീഡ് എന്താണ്? ഇന്ന് സന്ദീപ് വാര്യരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു, നമ്മളെല്ലാവരും കൊടുത്തു. എന്താ സന്ദീപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്? എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം RSSന് ഞാൻ എൻ്റെ സ്ഥലം കൊടുക്കാൻ തയ്യാറാണ്. ഒരു വർഷത്തിനുള്ളിൽ RSSന് എൻ്റെ അമ്മയുടെ വാക്ക് പാലിച്ചുകൊണ്ട് ഞാൻ സ്ഥലം കൊടുക്കാൻ പോകുന്നു. അമ്മ വാക്ക് പറഞ്ഞാൽ മകൻ കൊടുക്കുന്നു എന്നുള്ളതൊരു വലിയ അഭിമാനത്തോടു കൂടി പ്രസ് സ്റ്റേറ്റ്മെന്റിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പറയുന്ന ഒരു RSSകാരനായ ഒരു RSSനോട് അനുഭാവമുള്ള എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്. ശങ്കർ സിംഗ് വകയില മുറിച്ചില്ലേ എന്ന് ചോദിച്ചത്. അദ്ദേഹം മുറിച്ചു എന്ന് പറഞ്ഞില്ല. നമ്പർ 1. ഇനി അദ്ദേഹം മുറിച്ചാൽ ഇനി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞാൻ RSSന് സ്ഥലം കൊടുക്കുമെന്ന് ഇന്ന് പറയേണ്ട കാര്യം എന്താ? ഇന്ന് ആരെങ്കിലും ചോദിച്ചോ? ഒരു വർഷത്തിനുള്ളിൽ ഏറ്റെടുത്താൽ മതി. ഒരു വർഷത്തിനുള്ളിൽ RSSന് ഏറ്റെടുത്ത് കൊടുക്കാൻ പോകുന്നത് ഇന്ന് കോൺഗ്രസ് ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അയാളുടെ ഉള്ളിൽ RSS ഇല്ലെങ്കിൽ, അയാളുടെ ഉള്ളിൽ ഇപ്പോഴും അയാളുടെ ആശയം ഇല്ലെങ്കിൽ, അയാളുടെ ഭൂമി എടുത്ത് RSSന് കൊടുക്കാൻ, അയാളുടെ അമ്മയുടെ ഭൂമി എടുത്ത് RSSന് കൊടുക്കാൻ പറയൂ. അയാൾക്ക് നിലപാടെടുക്കാമല്ലോ. എൻ്റെ അമ്മയുടെ ആഗ്രഹം അതായിരുന്നു, പക്ഷേ എൻ്റെ അമ്മ തെറ്റിദ്ധരിച്ചു. ഞാൻ പറയുന്നു RSSനെ പോലും സംഘടനയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. അത് കൊടുക്കേണ്ടത് ഒരു മനുഷ്യ സ്നേഹത്തിന് കൊടുക്കുന്ന ഒരു സന്നദ്ധ സംഘടനയ്ക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. മറ്റ് കേസുകളില്ലെങ്കിൽ ഞാൻ കൊടുക്കും എന്ന് പറയേണ്ടതിന് പകരം അയാൾ എന്താ പറഞ്ഞത്? ഒരു വർഷത്തെ സമയപരിധി കൊടുക്കുന്നു RSSന്. ഒരു വർഷം RSSന് ആ ഭൂമി ഏറ്റെടുക്കാം. ആരുടെ ഭൂമി? സന്ദീപ് വാര്യരുടെ. അപ്പോൾ RSSന് ഭൂമി വിട്ടുകൊടുക്കുന്ന ഒരാളെ ആ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അയാളെ കൈപിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരികയും BJPയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നിലപാടെടുത്ത ആളെ പുറത്താക്കുകയും ചെയ്തു. അതാണ് ഇന്ന് പത്രത്തിൽ കൊടുത്തിട്ടുള്ള പരസ്യത്തിന്റെ ലീഡ്. അതാണ് സരിനെ പുറത്താക്കുകയും സന്ദീപിനെ ഉള്ളിലാക്കുകയും ചെയ്യുമ്പോൾ സരിനെ പുറത്താക്കിയത് അങ്ങനെയല്ലേ? BJPയുമായുള്ള ബന്ധം തുറന്നു പറഞ്ഞതിന്റെ പേരിലല്ലേ അച്ചടക്കലംഘനം നേരിട്ടത്? VD സതീശൻ BJPയുടെ ഒരു ട്യൂണായി പ്രവർത്തിക്കുന്നു, BJPക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് സരിൻ തുറന്നു പറഞ്ഞതിന്റെ പേരിലാണല്ലോ അച്ചടക്കലംഘനം ഉണ്ടായത്. അതിന്റെ പേരിലാണല്ലോ പുറത്താക്കുന്നത്. പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം കൈ കൊടുക്കുന്നത് ആർക്കാണ്? സന്ദീപിന്. ആ സന്ദീപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് കാശ്മീരിലെ കൂട്ടക്കൊലയെക്കുറിച്ച്, കാശ്മീരിൽ ജീനോസൈഡ് വേണമെന്ന് പറഞ്ഞതിനെക്കുറിച്ച്. എന്നിട്ട് സന്ദീപ് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നമ്മളോട് പറയുന്നു അത് വ്യാജ സ്ക്രീൻഷോട്ട് ആണെന്ന്. വ്യാജ സ്ക്രീൻഷോട്ട് അല്ല.
അത് യഥാർത്ഥ സ്ക്രീൻഷോട്ടാണ്. അത് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം ഒരു പാർട്ടിക്കുണ്ട്, ഒരു സംഘടനയ്ക്കുണ്ട്. ആ നേതാവിനെ എന്താ സംശയം? നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ തലേന്നോ തെരഞ്ഞെടുപ്പിന് പിറ്റേന്നോ ആവശ്യമുണ്ടോ? ഇതേപോലെ നോക്കൂ, ഒരു നിമിഷം, അത് സാങ്കേതികത്വമാണ്, അത് MCMC പരിശോധിക്കട്ടെ, MCMC കൊടുത്തിട്ടുണ്ടല്ലോ, പരിശോധിച്ച് വരട്ടെ. പക്ഷെ അതിനു മുൻപ് എൻ്റെ ചോദ്യം ഇതാണ്, ഈ സന്ദീപ് വാര്യർ RSSന്റെ ഭൂമി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞത് ഇന്നാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു RSSകാരനില്ല എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കും? ഇന്ന് പറയുമ്പോൾ ഇന്നലെ അത് മനസ്സിലാക്കിക്കൊണ്ട് പത്രപരസ്യം കൊടുക്കുകയായിരുന്നു. എന്താണ് അയാളുടെ ഉള്ളിൽ ഇപ്പോഴും RSS ഉണ്ടോ എന്നുള്ള ആർക്കാ മനസ്സിലാവാത്തത്? അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പാകിസ്ഥാൻ എന്നുള്ള ടേം കടന്നു വന്നത്. നിങ്ങൾക്കൊരു സുപ്രഭാതം കൊണ്ട് മാറ്റാൻ കഴിയുന്നതല്ല നിങ്ങളുടെ ആശയ അടിത്തറ എന്ന് പറയുന്നത്. OK വാസുവിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? OK വാസുവിനെ കേരളത്തിലെമ്പാടും, പ്രത്യേകിച്ച് മലബാർ റീജിയനിൽ RSSനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിവിധ ക്യാമ്പയിനുകളിൽ പ്രസംഗിപ്പിച്ചു. സുധീഷ് മിന്നി RSSനെതിരെ പുസ്തകം എഴുതി. RSSനെതിരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ സുധീഷ് മിന്നി CPMന്റെ ആയുധമായിരുന്നു. ഞാനതാണ് പറഞ്ഞത്. ഭവാർ മെൻഷി എന്ന് പറയുന്ന ഒരാൾ ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവല്ല എന്നൊരു പുസ്തകം എഴുതി. അങ്ങനെ ഒരു നിലപാടും സന്ദീപ് വാര്യർ പറഞ്ഞതായി നമ്മുടെ മുന്നിലില്ല. RSSന്റെ ആ ആശയങ്ങളെ അതും ഒരു കൺവെൻഷനിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലൊന്നും ഒരാൾ തള്ളിപ്പറയുമെന്ന് ഞാൻ കരുതുന്നതുമില്ല. അത് ഇൻഹറൻ്റ് ആണ്, ഇൻഡോക്ട്രിനേറ്റഡ് ആണ്. ആ ആശയം അത്ര മേലൊന്നും ഇളകിപ്പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അയാൾ കറകളഞ്ഞൊരു RSS പ്രവർത്തകനാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇനി അത് മാറുമായിരിക്കും, മാറട്ടെ. പക്ഷേ ഈ നിമിഷവും സ്വന്തം ഭൂമി RSSന് വിട്ടുകൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരാൾ ഭൂതകാലത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സരിൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പോലല്ല. കാര്യം രണ്ടാണ്. ഒന്ന് അടിസ്ഥാനമായിട്ടുള്ള വംശീയവാദമാണ് ഒരാൾ ഉള്ളിലുള്ളത്. മറ്റൊരാൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നത് പോലെയല്ല ഏതെങ്കിലും തരത്തിൽ ഗോൾവാൾക്കർ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഏതെങ്കിലും തരത്തിൽ RSSന്റെ നേതാക്കളും പ്രചാരകരും പറയുന്ന സ്റ്റേറ്റ്മെന്റ്, രണ്ടും രണ്ടായിട്ടാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ച ഉയർത്താൻ ഇന്നത്തെ പരിസ്ഥിതിയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ MCMCയുമായി ബന്ധപ്പെട്ട പ്രയർ അപ്രൂവലുമായി ബന്ധപ്പെട്ട വിഷയം സാങ്കേതികത്വമാണ്, അത് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും അതൊരു പെയ്ഡ് ന്യൂസ് തുടങ്ങിയ കാര്യങ്ങളാണോ? അത് പെയ്ഡ് ന്യൂസ് അല്ല, അത് അഡ്വർടൈസ്മെൻറ്റ് എന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രിൻറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ LDF എന്ന് തന്നെയാണ് ആ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയത്തിൽ ഒരു പരിധിവരെ കോൺഗ്രസും പെട്ടിട്ടുണ്ട്, ഒരു പരിധിവരെ CPM പെട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം സാങ്കേതികത്വത്തിൻ്റെ പുറത്ത് ഇനി അത് വിശദീകരിക്കണം. എന്തുകൊണ്ടാണ് 3 ദിവസത്തിന് മുമ്പ് ഈ ഉള്ളടക്കം കൊടുക്കേണ്ടിയിരുന്നു? ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അതിൻ്റെ ഉള്ളടക്കം അത് 3 ദിവസത്തിനുള്ളിൽ കൊടുത്തിട്ടില്ല എന്നാണ്. ഇനി അത് കൊടുത്താൽ അതിൽ ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള വർഗീയമായ പരാമർശങ്ങൾ ഒന്നും CPMൻ്റേതായി നടത്തിയിട്ടില്ല. നിലവിലിരിക്കുന്ന പൊതുമണ്ഡലത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങളിലുള്ള പരാമർശങ്ങൾ മാത്രമാണ് കൂട്ടിച്ചേർത്തത്. അപകടകരമാകുമായിരുന്നു എപ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് എങ്കിൽ അപകടകരമാകും, അത് ഫേക്ക് ആയിരുന്നുവെങ്കിൽ. പക്ഷേ ഇതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഫേക്കാണെന്ന് തെളിയിക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പെട്ടിരിക്കുന്നത്. ഇനി അത് മുസ്ലിം വിഭാഗത്തോട്, വോട്ടർമാരോട് ഈ കാര്യങ്ങൾ എങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അതിന് സമയമില്ല. പക്ഷേ ലീഗ് ഒപ്പം നിൽക്കുന്നു. ലീഗ് കാണുന്നത് BJPയെ ക്ഷയിപ്പിക്കാൻ വേണ്ടി ഒരു നേതാവിനെ ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന നിലയിലാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പാണക്കാട് തങ്ങളെ വിമർശിക്കുന്നത് ഹിന്ദു ഭൂരിപക്ഷത്തെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെന്നും, മറുഭാഗത്ത് ഇതേപോലെ വർഗീയ വിഷം ചീറ്റുന്ന പരസ്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ വർഗീയ വിഷം ചീറ്റിയ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റിന് തുറന്നു കാട്ടുന്നത് ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീണിപ്പിക്കാനാണെന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം അത് ഭൂരിപക്ഷമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും രണ്ടു വർഗീയതയും അപകടകരമാണ് എന്ന നിലപാടാണ് CPM എടുത്തിരിക്കുന്നത്. അതിൽ വ്യക്തിപരമായി എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം അധികാരത്തിലിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ന്യൂനപക്ഷ വർഗീയതയേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുണ്ട് എന്നതാണ് എൻ്റെ രാഷ്ട്രീയ ബോധ്യം. പക്ഷേ CPMൻ്റെ രാഷ്ട്രീയ ബോധ്യം രണ്ടു വർഗീയതകളെയും ഒരേപോലെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കോൺഗ്രസ് ഉത്തരം പറയാത്തൊരു ചോദ്യമുണ്ട് പാലക്കാട്. SDP-യുടെ വോട്ട് വേണോ വേണ്ടയോ? വെൽഫെയറിൻ്റെ വോട്ട് വേണമോ വേണ്ടയോ? അഥവാ ജമാഅത്തയുടെ വോട്ട് വേണോ വേണ്ടയോ? ഇതിൽ SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ നിമിഷം വരെയും കോൺഗ്രസ് കാട്ടിയിട്ടില്ല. എന്നാൽ അത് CPM കാട്ടിയിട്ടുണ്ട് താനും. SDP-യുടെയും ജമാഅത്തയുടെയും വോട്ട് വേണ്ട. അപ്പോൾ പരാജയപ്പെടുകയാണെങ്കിൽ പോലും SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായ ഒരു നിലപാടാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. SDP ഇപ്പോഴും മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നോട്ടീസ് വിതരണം നടത്തുന്നുണ്ട്. അതിൻ്റെ ആനുകൂല്യം UDF-നാണ് ലഭിക്കുക. പക്ഷേ നോട്ടീസ് വിതരണം ചെയ്യുന്നവർ ഇന്നത്തെ പരസ്യം കൂടി കിട്ടുമ്പോൾ സ്വാഭാവികമായും താങ്കൾ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് പക്ഷത്തിന് വോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായി ജനിച്ചേക്കാം. അതിനി വരുന്ന ദിവസങ്ങളിലാണ് നമുക്ക് വ്യക്തമാവുക. പക്ഷേ ഇത് റിസൾട്ടിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. സ്ട്രാറ്റജിക്കലി ഇതൊരു ചർച്ചയാക്കാൻ CPM-ന് സാധിച്ചു എന്നത് മാത്രമാണ് CPM-ൻ്റെ ഇതിലെ നേട്ടമെന്നാണ് ഞാൻ കരുതുന്നത്.
Meet the editors.